കുഞ്ഞിനാവിടെ എവിടെ പോയി? ഇത് കണ്ടില്ലല്ലോ, കുറേ സമയമല്ല കണ്ടിട്ട്. അയാൾ പങ്കാളിയും കൊണ്ട് ആശുപത്രി പോയതോ? എന്ന് പറ്റി പോയിന്നാട്ടാ? വയസ്സായില്ലടോ. എങ്ങനെ ആശുപത്രി പോലെ ഈ അവസ്ഥയ്ക്ക്? അസുഖം വന്നാൽ ഇപ്പം ഡോക്ടറെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താണോ മൂന്നാളും കൂടി ഒരു ഡോക്ടർമാരെ കുറ്റം പറയുന്നതൊന്ന്? എപ്പോ കുഞ്ഞിനാവട്ടാ ഇന്നലെ കണ്ടിട്ട് ഒരു കുഞ്ഞിനെ കൈക്ക് 6 വിരൽ ഇടത് കൈക്ക്. ലക്ഷണ ഈ 6 വിരലുള്ള കുട്ടി ആ കുടുംബത്തിന്റെ ഭാഗ്യെന്നാണ് പഴയ കാരണവന്മാർ അത് പറയുന്നത്. ഓപ്പറേഷൻ ചെയ്യാനല്ലേ അവർ ആശുപത്രി പോയി. എന്നിട്ട് അവർ ചെയ്തതോ? ആ കുട്ടിയുടെ നാവലെ മുറിച്ച്. എൻ്റെ വിജയ, ഈ കേരളത്തിലെ ആരോഗ്യം ഏറ്റവും മികച്ചെന്നാണ് പറയുന്നത്. പക്ഷേ ഇമാതിരി ചില ഡോക്ടർമാർ നാണക്കെട്ടിലൊക്കെയാണ്. എൻ്റെ ലക്ഷണ ഒരു പ്രാവശ്യം കണ്ടില്ലേ, ഇടത് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോയിട്ട് ആശുപത്രി പോയിട്ട് തിരിച്ചു വന്നത് വലത് കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ടാണ്. അതുപോലെ കണ്ടിട്ട് ഇടത് കാലിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കയറ്റിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് വലത് കാലിന് ഇത്രയും വലിയ കെട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഈ ബുദ്ധി ബോധമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടില്ലേ കുഞ്ഞിനാവട്ടാ, വയറിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കയറ്റിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് കത്രികയല്ല അതിനകത്ത് എത്ര നാൾ അവർ കളിച്ചു. അത് വലിയ പുത്തിരിയൊന്നും അല്ല ലക്ഷണ. അല്ല, പിന്നെ വയറുവേദന വന്ന ശേഷം വീണ്ടും ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ കത്രിക പുറത്തെടുക്കാൻ കഴിയും. അതെ അതെ, എനിക്കൊരു അനുഭവം പറയാനുള്ളത്, എൻ്റെ മകളെ പ്രസവത്തിന് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഭയങ്കര വയറുവേദന. ഈ ഓപ്പറേഷൻ ചെയ്ത് മുറിവ് കരിയുന്നില്ല. അവസാനം ഒരു ഡോക്ടറെ കൊണ്ടുപോയിട്ട് എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോഴേക്ക് ഒരു ചെറിയ നൂല്. അത് കഴിഞ്ഞ് രണ്ടാമത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അയാൾ പോകാൻ വേണ്ടി പറഞ്ഞു. പോയി അത് കീറി ആ നൂലെടുത്ത് കളഞ്ഞു. ഇപ്പം ഒരാഴ്ച കൊണ്ട് അത് കരിഞ്ഞു. ഇപ്പം വളരെ കയറി. ഇതാണ് ഒരു ഇന്നത്തെ വർഷത്തിനടുത്ത് ഇത് കൊണ്ട് നടന്നു. ഭയങ്കര. ഇതൊക്കെ എൻ്റെ വിജയകുമാർ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ. അറിയാതെ എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കേസെടുത്തിട്ട് എന്താ കാര്യം കുഞ്ഞാട്ടാ? നമ്മുടെയൊക്കെ ജീവൻ വെച്ചാലേ ലക്ഷണ ഇവരൊക്കെ കളിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഡോക്ടർമാരെ വിശ്വസിച്ചല്ലേ അവിടെ ചെല്ലുന്നത്? തീർച്ചയായും. അല്ല ലക്ഷ്മണ, ഈ ഡോക്ടർമാർക്ക് തികഞ്ഞ ജാഗ്രത വേണം. അതാ വേണ്ടത്. അത് കേട്ടാ, തീർച്ചയായിട്ടും അവരെ കടമ അവർ കൃത്യമായി നിർവഹിക്കട്ടെ. എന്ത് പറഞ്ഞാലും നമ്മൾ എത്ര എതിർത്താലും ശരി, അവർ തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കാൻ അവർ യൂണിയനുണ്ട്. അതാണ് അവർ ഈ തരം ചെയ്യുന്നത്. ശരി, ശതമാനം അത് തന്നെയാണ് അതിൻ്റെ കാര്യം. അല്ല കുഞ്ഞിരാമട്ടാ, ഈ നാട്ടിൽ എത്രയോ ഡോക്ടർമാരുണ്ട്, നല്ല മനസ്സുള്ളവർ, നല്ല കഴിവുള്ളവർ. എത്രയോ നല്ല ഡോക്ടർമാർ, എത്ര ജീവൻ രക്ഷപ്പെടുന്ന ഡോക്ടർമാർ ഇവിടെയുണ്ട്. അതെ അതെ. എൻ്റെ ലക്ഷണ, എത്ര ലക്ഷക്കണക്കിന് ഡോക്ടർമാരുടെ ഇടയിൽ 1-2 ഡോക്ടർമാരാണ് ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്നത്. തീർച്ചയായും. അതാണ് ഡോക്ടർമാരുടെ പേര് കളയുന്നത്. അത് തന്നെ, അതാണ് അതിൻ്റെ 100% അത് തന്നെയാണ് അതിൻ്റെ കാര്യം. +2 പഠനം കഴിഞ്ഞില്ലേ? ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്. 2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550, 9446007032, 9847813409. ലാൻഡ് ഫോൺ 04985 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്.